നമസ്കാരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമായ തിരുവണ്ണാമലയിലെ അരുണാചലേശ്വര ക്ഷേത്ര വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ. 25 ഏക്കർ ഭൂവിസ്തൃതിയുള്ള ക്ഷേത്രമാണിത്. അണ്ണാമലയാറും ഉണ്ണാമലൈ അമ്മനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അണ്ണാമലൈ കുന്നുകളുടെ താഴ്വരകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ശിവഭഗവാനും പാർവതീദേവിക്കും സമർപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ ഐതിഹ്യമായി പല കഥകളും പറയുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ശിവൻ്റെ പത്നി ഒരിക്കൽ തമാശയ്ക്കായി കൈലാസ പർവ്വതത്തിലെ പൂന്തോട്ടത്തിലുള്ള ഒരു പുഷ്പം കൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ പൊത്തി. തുടർന്ന് ലോകം മുഴുവനും വർഷങ്ങളോളം ഇരുട്ടിലായി. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം മാത്രമേ ഇരുട്ട് അനുഭവപ്പെടുകയുള്ളൂ. എന്നാൽ പ്രപഞ്ചത്തിൽ നിന്നും വെളിച്ചം മുഴുവനും മാറുകയും ഭൂമി വർഷങ്ങളോളം ഇരുട്ടിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ഭൂമിയിലുള്ള ശിവഭക്തന്മാർ ബുദ്ധിമുട്ടിയപ്പോൾ പാർവതീദേവിക്ക് താൻ ചെയ്ത പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നി. അവർ ശിവഭഗവാനെ തപസ് ചെയ്തു അഭയം പ്രാപിച്ചു. തുടർന്ന് അണ്ണാമലൈ കുന്നിൻ്റെ മുകളിൽ ഒരു അഗ്നിഗോളമായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയിൽ ഇരുട്ട് മാറി വെളിച്ചം ലഭിക്കുകയും ചെയ്തു. പിന്നീട് അർദ്ധനാരീശ്വര ദേവനായ ശിവൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതീദേവിയിൽ ലയിച്ചു. ശിവലിംഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് അണ്ണാമലൈ കുന്നുകൾ അറിയപ്പെടുന്നത്. എല്ലാ പൗർണമിയിലും 10,000-കണക്കിന് തീർത്ഥാടകർ അരുണാചലമല ചുറ്റി നടന്ന് നഗ്നപാതരായി അരുണാചലേശ്വരനെ ആരാധിക്കുന്നു. ഏകദേശം 14 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ ഗിരിവലം. ഹിന്ദു വിശ്വാസമനുസരിച്ച് ഈ നടത്തം പാപങ്ങളെ നീക്കുകയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും മോക്ഷം നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു. കുന്നിൻ്റെ 14 കിലോമീറ്റർ ചുറ്റളവിൽ 8 ചെറിയ ലിംഗങ്ങളാണുള്ളത്. ഇവയെ അഷ്ടലിംഗങ്ങളെന്ന് അറിയപ്പെടുന്നു. ഈ അഷ്ടലിംഗങ്ങൾ ഏതെല്ലാം എന്ന് ഒന്ന് നോക്കാം. ഇന്ദ്രലിംഗം, അഗ്നിലിംഗം, യമലിംഗം, നിരുതിലിംഗം, വരുണലിംഗം, വായുലിംഗം, കുബേരലിംഗം, ഈശ്വാനലിംഗം എന്നിവയാണ് ഈ ലിംഗപ്രതിഷ്ഠകൾ. ഇന്ത്യയിലെ തിരുവണ്ണാമലയിൽ നടക്കുന്ന ഒരു ഹിന്ദുമത ആചാരമാണ് ഈ ഗിരിവലം. അരുണാചല കുന്നിൻ്റെ ചുറ്റും തീർത്ഥാടനം നടത്തുന്ന ഭക്തരെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഈ 14 കിലോമീറ്റർ ചുറ്റളവിൽ നഗ്നപാതരായി ഈ അഷ്ടലിംഗങ്ങളെ പ്രദക്ഷിണം വെച്ചു വരുന്നു. എല്ലാവിധത്തിലും ഗുണകരമാണ് ഈ പ്രദക്ഷിണം. പ്രായ എന്ന അക്ഷരം എല്ലാത്തരം പാപങ്ങളെയും, ദാ എന്നാൽ ആഗ്രഹങ്ങളെ നിറവേറ്റലും, ക്ഷി എന്നാൽ ഭാവി ജന്മങ്ങളിൽ നിന്നുള്ള മോചനവും, ജ്ഞ എന്നാൽ ജ്ഞാനത്തിലൂടെയുള്ള മോചനം നൽകുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രദക്ഷിണത്തിലൂടെ ഒരു ചുവട് നടന്നാൽ ലോകത്ത് സന്തോഷം നൽകുന്നു. 2 ചുവട് സ്വർഗത്തിൽ സന്തോഷം നൽകുന്നു. 3 ചുവട് അത് നേടാവുന്ന സത്യലോകത്തിലേക്കുള്ള ആനന്ദം എന്നുമാണ് വിശ്വാസം. വർഷം മുഴുവനും ജനങ്ങൾ ഗിരിവലം എന്ന ആചാരത്തിൽ ഏർപ്പെടുന്നു. അരുണാചലേശ്വര ക്ഷേത്രത്തിൽ ദിവസവും 6 ആചാരങ്ങളാണ് നടക്കുക. രാവിലെ 5:30-നും രാത്രി 10-നുമിടയിൽ ഇത് നടത്തും. കൂടാതെ 12 വാർഷികോത്സവങ്ങളും ഉണ്ട്. നവംബർ മുതൽ ഡിസംബർ വരെയുള്ള പൂർണ്ണചന്ദ്ര ദിനത്തിലാണ് കാർത്തിക ദീപ ഉത്സവം നടക്കുന്നത്. കുന്നിൻ മുകളിൽ ഒരു വലിയ ദീപം കത്തിക്കുന്നു. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നും ഇത് നമുക്ക് കാണാം. ഇത് ആകാശത്ത് ചേരുന്ന അഗ്നി ശിവലിംഗത്തെ പ്രതീകപ്പെടുത്തുന്നു. ഈ ഉത്സവത്തിന് 3 ലക്ഷത്തിലധികം ജനങ്ങൾ പങ്കെടുക്കുന്നു. എന്തുകൊണ്ടും അതിമനോഹരമായ ക്ഷേത്ര സമുച്ചയം തന്നെയാണിത്. നമുക്ക് ഇവിടെ എത്തിയാൽ എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തി കിട്ടും. ബാക്കി നേർക്കാഴ്ചയായി കാണാവുന്നതാണ്.